ഇലക്ഷൻ സമയത്ത് ബദ്ധ ശത്രുക്കളായിരുന്നല്ലോ, ഇപ്പൊ ഒന്നായോ? ആശയപരമായിട്ട് ഞങ്ങൾ ശത്രുക്കളാണ്, വ്യക്തിപരമായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ചൂടാകാതെ ബാലപ്പാ. ചൂടാവും. ശരി, കാര്യം പറഞ്ഞിട്ട് ചൂടായിക്കോ. കാര്യം മാഡത്തിന് അറിയാവുന്നതാണല്ലോ. ഇത്രയും നാളും ചിരിച്ച് കാണിച്ച് സുമച്ചേച്ചി എന്നും വിളിച്ച് പിറകെ നടന്നിട്ട് മാഡം പോലും അവർക്ക് വോട്ട് ചെയ്യാതിരുന്നതേ മഹാ മോശമായി പോയി കേട്ടാ. മോശമായി പോയെന്നല്ല, വളരെ വളരെ മോശമായി പോയി. ആഹാ, ബാലപ്പനിപ്പോ കാരണം പറഞ്ഞോ? ബാലപ്പൻ ചിലപ്പം അറിയുകയും ചെയ്യും, തിരിയുകയും ചെയ്യും. അതൊക്കെ ബാലപ്പന്റെ സൗകര്യം. അതുപോട്ട് നിങ്ങളുടെ ഭർത്താവ് അശോകന് ഒരു 50,000 രൂപ മറിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാവോ? മുഖം കോടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അറിയാവോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മതി, അറിയാം. ഭർത്താവ് കാശ് കടം വാങ്ങിച്ച അത് തരാനുള്ള ബാധ്യത ആർക്കാ? അതെ, ഞാൻ ആരോട് കാശ് വാങ്ങിയിട്ടില്ല, ഒട്ട് കൊടുക്കാനുമില്ല. അതെന്ത് ന്യായമാണ് മാഡം? ഭർത്താവ് കടം വാങ്ങിയാൽ ഭാര്യ തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ കഴുത്തേ കിടക്കുന്ന താലിക്ക് എന്ത് വിലയാണുള്ളത്? താലിയുടെ വില എന്തായിരുന്നാലും 50,000 രൂപ വരൂല. എടാ, ഇത് സെന്റിമെന്റ്സ് കൂട്ടാൻ വേണ്ടി പറഞ്ഞ. നിങ്ങളുടെ ഭർത്താവ് അശോകൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ വാങ്ങിയിട്ട് മുങ്ങി. ആ പണം എവിടുന്നാണെന്ന് ചോദിക്കാനുള്ള മനസ്സെങ്കിലും മായ മേഡം കാണിച്ചോ? അതിവിടത്തെ കോളനിയുടെ വനിതാ ഫണ്ടിൽ നിന്നും സുമച്ചേച്ചിയുടെ അറിവോടെ ഞങ്ങളെടുത്ത് മറിച്ചതാ. എന്നിട്ട് മാഡം സുമച്ചേച്ചിക്ക് ഒരു വോട്ട് ചെയ്തോ? ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മാഡം ഒന്നും ചെയ്യണ്ട. അശോക് സാർ മേടിച്ച 50,000 രൂപ പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. എന്റെ കാശില്ല ബാലപ്പ. അയ്യോ, വേഷവും നടത്തവും പത്രാസവും കണ്ടു കഴിഞ്ഞാൽ കാശില്ലാത്ത വീട്ടിലാണെന്ന് പറയൂലല്ലേ? ദൈവം ശല്യം ചെയ്യരുത്. ശല്യം ചെയ്യും. 50,000 രൂപയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശല്യം ചെയ്യും. അതെ, വേണമെങ്കിൽ ഞങ്ങൾ ഇതേ ഒരു ദിവസം കൂടി സമയം തരാം. അതിനകത്ത് ഈ 50,000 രൂപയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണണം. തൽക്കാലം ഞങ്ങള് കടം വീട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് സുമച്ചേച്ചിയോട്ടൊന്ന് ആലോചിക്കട്ടെ. അതെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മിസ് കോൾ തരാം. ഇവിടെ തന്നെ കാണണം. ബാലപ്പെണ്ണ തരൂല പോലും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അതെ, അവളുടെ കയ്യിൽ കാശില്ല. കാശ് മണിയന്റെ കയ്യിലും ഇല്ല. അല്ല, അതിപ്പോ ചേച്ചിക്ക് അറിയാന്നുള്ള കേസാണല്ലോ. ബാലപ്പൻ എന്തു പറയുന്നു? അതെ, ചേച്ചിയെ പോലെ കഴിവും തന്റെ ഇടമുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഈ 50,000 രൂപ ഞാൻ തന്നെ വനിതാ ഫണ്ടിലേക്ക് അടച്ചാലോ? ഞങ്ങൾക്ക് സമ്മതമാ. നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. പക്ഷേ മായ ഇതിന് സമ്മതിക്കണം. മായയ്ക്ക് എപ്പോഴേ സമ്മതമായിരിക്കും. പക്ഷേ പ്രകാശ് സാർ ഇവിടെ ഇല്ലാത്തപ്പോ ചേച്ചി എങ്ങനെ ഇത്രയും പണം അറേഞ്ച് ചെയ്യും? അതൊരു ചോദ്യമാണ്. പണത്തിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. നമ്മുടെ ബ്ലേഡ് പപ്പനെ ഞാനൊന്ന് വിളിച്ചാ പോരെ? അവൻ പണവുമായിട്ട് ഇവിടെ വരും. എന്നാ പിന്നെ പ്രശ്നമില്ല, ചേച്ചി വിളിക്കേ, പപ്പനെ വിളിക്കേ. പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? ചേച്ചി ഒന്ന് വ്യക്തമായിട്ട് പറ. മായ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാന്ന് സമ്മതിക്കണം. പടിയവരമായ നിൽക്കും, പക്ഷെ ഈ ചൊല്ലാണ് പ്രശ്നം. ചൊൽപ്പടി വേണം. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ച് പറ. ഈ മായ ഞാൻ കൊടുക്കാൻ പോകുന്ന 50,000 രൂപയുടെ കടം വീട്ടിൽ തീരുന്നതുവരെ എന്റെ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കണം. അത് സമ്മതിപ്പിക്കാനുള്ള തന്റെ ഇടം ഉണ്ടോ നിങ്ങൾക്ക്? അയ്യോ, അത് തന്റെ ഇടം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം എന്ന് വെച്ചാ പറ. പറഞ്ഞല്ലേ അറിയാൻ പറ്റൂ ബാലപ്പേണ്ണ. അല്ലേ, അത് പറയാൻ പാടില്ല, അതുകൊണ്ടാണ്. അണ്ണ പറയണ. ഞാൻ പറയാൻ പാടില്ല, അതുകൊണ്ടാണ്. അണ്ണ ഒന്ന് പറയണ. എടേ, അത് പറയാൻ പറ്റൂല. ഞാനത് ചിലപ്പോ പറഞ്ഞുണ്ടല്ലോ. ഈ നിൽക്കുന്ന സുമചേച്ചി ഉണ്ടല്ലോ, വേണ്ട, ശരിയാവില്ല. ഞാൻ പറയാൻ പറ്റൂല. അണ്ണ നിങ്ങൾ പറയണ. എടേ, എവരെ ഹൃദയം പൊട്ടി മരിക്കൂടെ? എന്നായാലും മരിക്കാനുള്ളതാണല്ല. മരിക്കുന്നെങ്കിൽ ഇപ്പൊ മരിക്കട്ടെ. അണ്ണ പറയണ. അല്ലേ, ഈ മായ എന്ന് പറയുന്ന പെൺകുട്ടി കാണാൻ ഇത്തിരി ചന്തമുള്ള സെറ്റപ്പ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഈ പ്രകാശ് കുമാർ സാറിന് കാണാം ഈ മായയോട് വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഇഷ്ടം തോന്നിയാലോ. അല്ല, ഞാൻ പറഞ്ഞ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണല്ലോ. ഇപ്പൊ ഇവിടെ എത്രയോ ഡൈവേഴ്സുകൾ നടന്നിരിക്കുന്നു. നീ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? എന്റെ ദൈവമേ, അത് ശരിയാണല്ലോ. ഞാനിത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ദേ സുമചേച്ചി, ഈ റിസ്ക് നമുക്ക് എടുക്കണോ? ആഹാ, എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. എന്റെ വീട്ടിൽ സുന്ദരിയായ ഒരു സെർവന്റ് വന്ന എന്റെ ഭർത്താവിന് അവളോടായിരിക്കോ ഇഷ്ടം അതോ എന്നോടായിരിക്കോ ഇഷ്ടമെന്ന് എനിക്കൊന്ന് അറിയണം. അല്ല, അത് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി കോംപ്രമൈസിനില്ല.
അവൾ എന്റെ വീട്ടിൽ സെർവന്റായി വന്നേ പറ്റൂ. ആ, ചേച്ചി ആ ഫോണൊന്ന് തരുമോ? എന്തിനാ? ഒരു മിസ് കോൾ കൊടുക്കാനാ. എന്നാ ആ മായ മാഡം, ഞാൻ ബാലപ്പനാണ്. ഇത് മിസ് കോളാണേ. നേരത്തെ പറഞ്ഞില്ലേ മിസ് കോൾ തരുമെന്ന്? ആ മിസ് കോളാണിത്. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി, മിസ് കോൾ കൊടുത്തിട്ടുണ്ടേ. ഇനി ചേച്ചി പപ്പന്റെ- ആ പപ്പനെ കൂടെ ഒന്ന് അതെ വിളിക്കാം. അതെ. ഞങ്ങള് മായ മാഡത്തിന് ഇഞ്ഞ് കൊണ്ടുവരാം. ചെല്ലു ചെല്ലു, പെട്ടെന്ന് ചെല്ലു. ഇരുട്ടുന്നതിന് മുമ്പ് ഇനി വരണം. ആ. ഹലോ, പപ്പനല്ലേ? ഞാൻ സുമ പ്രകാശ് കുമാർ. സുമച്ചേച്ചി സമ്മതിച്ചോ? സമ്മതിച്ചോന്നോ? ഈ മണിയനും ബാലപ്പനും പോയാ ഒരു കാര്യം നടത്താതെ വരൂ. ശരിക്കും പറഞ്ഞാ ഇവിടുന്ന് പോകുമ്പോ ഇത്രയും വലിയൊരു ലോട്ടറി ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലേ? ലോട്ടറിയാണോ ഇത്? സൂപ്പർ ലോട്ടോ ഇല്ലേ? അതെ സൂപ്പർ അതെ. ലോട്ടോ. 50,000 രൂപ, അതും മായാ മാഡത്തിന് വേണ്ടി, സുമയ്ക്കെതിരെ വോട്ട് ചെയ്ത മായാ മാഡത്തിന് വേണ്ടി. പക്ഷേ സുമ ചേച്ചിയുടെ മനസ്സ് സമ്മതിക്കാതിരിക്കാൻ പിന്നെ അല്ലേ? നിങ്ങളൊന്ന് തെളിച്ചു പറ, എന്താ സംഭവിച്ചേ? മാഡത്തിന് മനസ്സിലായില്ലേ? മാഡത്തിന്റെ ഭർത്താവിന് വേണ്ടി സുമച്ചേച്ചി 50,000 രൂപ കോളനി ഫണ്ടിൽ ഉടനടി അടയ്ക്കും. പകരം മാഡം ഒരു ചെറിയ സഹായം ചെയ്യണം. ഒന്നുമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഈ 50,000 രൂപയുണ്ടല്ലോ, 50,000 രൂപ, അത് തിരിച്ചു കൊടുക്കുന്നത് വരെ മായ മാഡം സുമച്ചേച്ചിയെ ചെറുതായിട്ടൊന്ന് സഹായിക്കണം. സഹായം എന്ന് വെച്ചാ അവരുടെ വീട്ടില് കറിക്കരിഞ്ഞും തുണി അലക്കി തറ തുടച്ചുമൊക്കെ വളരെ നിസ്സാരം, വളരെ സിമ്പിൾ ആണ്. ഓഹോ, അപ്പോ എന്നെ അവരുടെ വീട്ടിലെ വേലക്കാരിയാക്കാനാണോ നിങ്ങൾ ഇത്ര പാടുപെട്ടെ? എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? പോയി അവരോട് പറഞ്ഞേക്ക്, എന്റെ വീട്ടിലെ പട്ടി വരും അവരുടെ വീട്ടിൽ വേലക്ക് നിൽക്കാന്ന്. അണ്ണാഞ്ഞിട്ട് വാ, നമുക്ക് അവരെ പട്ടിയെ വിളിച്ചോണ്ടിരാ. വലഞ്ഞു പോകും. ഒന്ന് നിന്നേ. എന്ത്? എന്റെ കഴുത്ത് താലി കിട്ടിയ പുരുഷന് വേണ്ടിയല്ലേ? ഞാൻ വരാം. ചേച്ചി ആഹാ. നേരെ സന്ധ്യ ആകുന്നത് വരെ നിങ്ങൾ എവിടെയായിരുന്നു? അപ്പൊ എന്തായി? മായ സമ്മതിച്ചില്ലേ? സമ്മതിച്ചോന്ന് 100 വട്ടം സമ്മതം. പക്ഷെ ഇത്രയും വലിയ ബുദ്ധിയാണ് ഈ തലയിരിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടാ. അതെ അതെ, ഈ എതിരാളിയെ നിഷ്പ്രഭരാക്കുന്ന ഈ കുശാഗ്ര ബുദ്ധി, അത് ഞാൻ നോക്കിയിട്ട് ഈ കോളനി സുമചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ പണവുമായി വന്ന പപ്പ എവിടെ? പപ്പ, ഓ, സുമച്ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാ ഇത്രയും വലിയൊരു തുക ഞാനിപ്പോ തരുന്നത്. എന്തു വന്നാലും ചേച്ചി തന്നെ ഏക്കണം. അല്ല, അത് പിന്നെ പറയാണ്ട. ദേ ബാലപ്പ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇനി വിളിക്കവളെ, എനിക്കൊന്ന് കാണണം മായ കൊച്ചമ്മേ. എനിക്കെതിരെ വോട്ട് ചെയ്യുമ്പോ മായ മാഡം ഇങ്ങനൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അല്ല, ഇവിടെ ഒരു സെർവന്റ് ആവുന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ. എന്റെ കഴുത്തിലെ ഈ താലിക്ക് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നോളാ മായ. ഇതെന്റെ കഴുത്ത് കെട്ടിയാളുടെ മാനം കാക്കാൻ ഞാൻ എന്ത് ജോലിയും ചെയ്യും, അഭിമാനത്തോടെ. അശോകേട്ടാ, അശോകേട്ടാ, എന്തൊരു ഉറക്കം ഇത്? അശോകേട്ടാ, എണീക്ക്. ഗുഡ് മോർണിംഗ് മായ. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡും ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയാസമയങ്ങൾ എടുത്ത് കഴിക്കണം. പിന്നെ സമയാസമയങ്ങളിൽ കിടന്നുറങ്ങിക്കോണം അല്ലേ? എൻ്റെ മായേ, ഇതൊക്കെ ഞാൻ എണീറ്റ് തയ്യാറാക്കുമായിരുന്നല്ലോ. ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ. 1-2 ദിവസം അശോകേട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 6 മാസത്തേക്ക് ഭക്ഷണമേ കഴിക്കണ്ടെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ആഹാ, അത്രയ്ക്ക് രുചിയായിരുന്നിരിക്കും അല്ലേ? പിന്നെ അത്രയ്ക്ക് വെറുത്തുപോയി. അപ്പോ നിനക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാണല്ലേ? അതെ അതെ. അപ്പോ ഞാൻ ഇനി ഇവിടെ നിന്ന് എന്റെ പ്രാണനാഥന്റെ വിലപ്പെട്ട സമയം പാഴാക്കി കളയണില്ല. അല്ല, നീ ഇന്ന് ചോറ് കൊണ്ടുപോകുന്നില്ലേ? ചോറ് എനിക്ക് അവിടുന്ന് കിട്ടും. ചോറ് കിട്ടുന്ന ഓഫീസോ? അത് കൊള്ളാലോ. മായേ, എന്തായാലും നിനക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി വാങ്ങിത്തന്ന നിന്റെ ആ നല്ല ഫ്രണ്ടിന് 1000 നന്ദി പറയണം. എന്തിനാ 1000 കുറയ്ക്കണേ? ഒരു 16 ആയിക്കോട്ടെ. നമുക്കിപ്പോ പണത്തിനല്ലേ കുറവുള്ളൂ.
മായേ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്തിന്? ഞാനിവിടെ വെറുതെ ഇരുന്നിട്ട് നിന്നെ ജോലിക്ക് വിടുന്നതിൽ. അതൊന്നും സാരമില്ല അശോകേട്ടാ. ഇനി കുറച്ചുനാള് ഞാനൊന്ന് പോയി നോക്കട്ടെ. എല്ലാ കാലവും ഭർത്താക്കന്മാര് ജോലി ചെയ്ത് കൊണ്ടുവരികയും ഭാര്യമാര് വീട്ടിലിരുന്ന് അത് വേവിച്ചു നിന്നാ മാത്രം മതിയോ? പഴയ പല ആചാരങ്ങൾ ഒരുപാട് മാറിയില്ലേ? അപ്പോ ഇത് മാറട്ടെ. അശോകേട്ടൻ വീട്ടിലിരുന്നിട്ട് എന്നെ ജോലിക്ക് അയക്കുന്നതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ബി പ്രാക്ടിക്കലേട്ടാ. ഏതെങ്കിലും ഒരു ജോലി കിട്ടുമ്പോ അശോകേട്ടന് പോവാലോ. അത്ര നാളത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ എന്റെ ഭർത്താവിന്? മായേ, എനിക്കൊരു മനസ്സമാനമില്ല. നിനക്ക് പകരം ഈ ജോലിക്ക് ഞാൻ പൊയ്ക്കോട്ടെ. അയ്യോ, അത് പറ്റില്ല. ഇത് പെണ്ണുങ്ങൾക്കുള്ള ജോലിയാ. അതിന് നീ ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മായേ. ഈ അശോകേട്ടൻ ഒരു കാര്യം, അതൊക്കെ ജോയിൻ ചെയ്താലല്ലേ എനിക്ക് വിശദമായിട്ട് അറിയാൻ കഴിയൂ. ദേ, ജോലി കിട്ടിയിട്ടുള്ള ആദ്യത്തെ ദിവസം താമസാൽ അറിയാലോ. എന്നാ പിന്നെ പോട്ടെ. പൊക്കോ. ചേച്ചി ആളെത്തിയാ? ഉം. ഓ, സമാധാനമായി. ഞാൻ കടയിൽ പോയിട്ട് ഓടി വരികയായിരുന്നു. എങ്ങനെയുണ്ട്, ജോലിയൊക്കെ ആരംഭിച്ച? നീ അകത്തോട്ട് ചെന്നൊന്ന് നോക്ക്. ഓ, ഇതെന്റെ ഒരാഗ്രഹമായിരുന്നു ചേച്ചി. അന്ന് വനിതാവേദിയിലെ ഇലക്ഷന് ചേച്ചിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ ചാടി കടിക്കാൻ വന്ന്. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് വിത്തിൻ 3 months ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഞാനൊന്ന് കാണട്ടെ അനന്തം മുതലാളിയുടെ തങ്കക്കുടം തടിയനങ്ങി ജോലി ചെയ്യുന്നത്. ഓ, അയ്യോ എന്റെ ചേച്ചി, ആ അസുലഭ മുഹൂർത്തം ഞാനൊന്ന് കണ്ട് കൺകുളിർക്കൊന്ന് ആസ്വദിക്കട്ടെ. ആസ്വദിക്ക് ആസ്വദിക്ക്. അതെ, ഇത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന നമ്പർ 1 ക്വാളിറ്റി ടൈൽസാ. ഒന്നുകൂടി അമർത്തി തേച്ചാൽ അത് പൊട്ടിയെന്ന് പോവൂല. അയ്യോ, നോക്കി പേടിപ്പിക്കല്ലേ, നോക്കി പേടിപ്പിക്കല്ലേ. ദേ, ഞാനാണ് ഇവിടുത്തെ സീനിയർ എന്ന് വിചാരിച്ച് എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. പണിയെടുക്കട്ടെ, പണിയെടുക്കട്ടെ. ഞാനന്ന് സുമച്ചേച്ചിക്ക് വേണ്ടി ഒരു വോട്ട് തരണമെന്ന് കാല് പിടിച്ച് പറഞ്ഞതല്ലേ, കേട്ടില്ല. ദൈവം വെറുതെ വിടുവോ? ഇനി ആര് വെറുതെ വിട്ടാലും സുമച്ചേച്ചി വെറുതെ വിടുവോ? നിങ്ങൾക്ക് വേണ്ടിയാണ് സുമച്ചേച്ചി പപ്പന്റെ കയ്യിൽ നിന്നും 50,000 രൂപ കടം വാങ്ങിച്ചിരിക്കുന്നത്. ഓ, അപ്പൊ അത് മുതലാക്കണ്ടേ? വേണ്ടേ? അല്ല, നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നടക്കട്ടെ നടക്കട്ടെ. അമ്മച്ചി, ഇതെന്തോന്ന് എണ്ണ വെച്ചാ നീ തുടക്കുന്നേ? ഹലോ. ആ പെൺകുട്ടിയെ കൊണ്ട് തറ തുറപ്പിക്കരുത്. താനാരാ? ഞാൻ ആരും ആയിക്കോട്ടെ, പറയുന്നതനുസരിച്ചാ മതി. അപ്പൊ തറ താമെന്ന് തുടയ്ക്കൂ. തറ മണിയം തുടയ്ക്കും. അനന്തൻ മുതലാളിയുടെ മകളുടെ ശരീരത്തിൽ ഒരൽപ്പം പോലും അഴുക്ക് പുരളാൻ മണിയൻ അവസരം ഉണ്ടാക്കരുത്. മായയ്ക്ക് വീട്ടുജോലി ചെയ്ത് ശീലമില്ല, അറിയാവല്ലോ. പിന്നെ വീട്ടുജോലി അത് നിന്റെ കുലത്തൊഴിലാണ്, അത് മറക്കണ്ട. മറന്ന മണിയ, പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം,
ഈ ഫോൺ കോളിനെ പറ്റി താൻ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ തന്റെ നാവ് ഞാൻ മുറിച്ചെടുക്കും, കണ്ണ് ചൂഴ്ന്നെടുക്കും, കയ്യും കാലും തല്ലി ഒഴിക്കും. പേടിപ്പെടുത്തല്ലേ? നീ ഫോണിലൂടെ ഭീഷണിപ്പെടുത്താതെ ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാ. ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ട്. അരികിലെന്ന് പറയുമ്പോ ഏത് ഭാഗത്തായിട്ട് വരും? എന്നെ കാണണമെങ്കിൽ നീ പുറത്തിറങ്ങി ഗേറ്റിന് സമീപം വാ, ഞാൻ അവിടെ ഉണ്ടാവും. അത് പിന്നെ വേറൊരു എവിടെ? മണിയാ, നീ ഇത് എങ്ങോട്ടാ ഓടുന്നേ? മണിയാ, മണിയാ, ഓ ഇങ്ങു വാ. ഏ, നീ എവിടേക്കാ ഇറങ്ങി ഓടിയത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തിനു ഞാൻ പുറത്തേക്ക് ഓടിയത്? ഓ, ചില നേരത്താണെങ്കിൽ ഈ മണിയന്റെ കാര്യം ആലോചിക്കുമ്പോ ചിലപ്പോഴാണെങ്കിൽ എനിക്ക് ബോധവും ഇല്ല, ഒന്നുമില്ല. മണിയാ? ഏ നേരത്തെ ആരാ ഫോൺ വിളിച്ചത്? അല്ല, ഇനി നീ അതും മറന്നോ? അല്ല, അത് പിന്നെ അല്ല, അത് പിന്നെ ചേച്ചി ഫോൺ ചെയ്ത് പ്രകാശ് കുമാർ സാറായിരുന്നു. ഞാനത് പറയാൻ മറന്നിട്ടല്ല, പിന്നെ ചേച്ചിക്ക് വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം പറയാതിരുന്നതാ. അല്ല, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, പ്രകാശ് കുമാർ സാറ് ഫോൺ ചെയ്തിട്ട് ചേച്ചിയെ പറ്റി ഒരു അക്ഷരം പോലും ചോദിച്ചില്ല. പിന്നെ പ്രകാശ് ചേട്ടൻ എന്തിനാ വിളിച്ചേ? അല്ല, പുതിയ സർവന്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ. ചേച്ചി ഇന്നലെ പ്രകാശ് കുമാർ സാറിനെ വിളിച്ച് ഈ വിവരം അറിയിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ചേച്ചി കേട്ടില്ല. ദേ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാ എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ. എന്റെ ആരോഗ്യം ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോ എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട അല്ലേ? പുതിയ സെർവന്റിനെ കുറിച്ച് അറിയാനാ അങ്ങേർക്കും താല്പര്യം. വരട്ടെ, വെച്ചിട്ടുണ്ട്. ചേച്ചി, ഞാൻ പറയുന്നത് പോടാ, പോ. എവിടെ ഇത് മാറണ? ഇത് അതാണ്ട നിക്കണ്. എന്താ? ഗ്ലൗസ്. ഗ്ലൗസോ? ഗ്ലൗസ് അല്ല, ഗ്ലൗസ്. കാറ് എനിക്കെല്ലാം അറിയാം. അല്ല, ഇങ്ങോട്ടെടുത്താണ്. അല്ല, നിങ്ങൾ തുടക്കണ്ട, ഞാൻ തുടക്കാം. തന്നെ നിങ്ങൾ ഇങ്ങനെ തുടച്ചോണ്ടിരുന്ന ഇത് തുടക്കാൻ ഏതാണ്ട് ഒരു 15 ദിവസം എടുക്കും. എനിക്കാണെങ്കിൽ നേരത്തെ പരിചയമുണ്ടല്ലോ. ചേച്ചി പോയി റെസ്റ്റ് എടുത്തോളൂ. റെസ്റ്റ് എടുത്തോളൂ. സുമച്ചേച്ചി ഒന്നും ഒരു കുഴപ്പമില്ല, നാക്ക് കണ്ടിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ തുടച്ചോളാം. പൊയ്ക്കോളൂ. വേണ്ട, എന്ത് ക്ലീനായിട്ട് ഞാൻ തുടച്ച്. ഇത്രയും വർഷത്തിനിടയിൽ എന്റെ ഡ്രസ്സിന് അല്പം പോലും അഴുക്ക് പറ്റിക്കാതെ ഞാൻ പിടിച്ചു നിന്നു എന്റെ ഈ നാക്കിന്റെ പച്ചയില്. ഈ നാക്കല്ലേ അജ്ഞാതം മുറിച്ചെടുക്കുമെന്ന് പറഞ്ഞത്? ഈ നാക്ക് വെച്ചല്ലേ ഇതുവരെ 5 പൈസ പണിയെടുക്കാതെ ഞാൻ ഇവിടെ ജീവിച്ചത്. നാക്ക് പോയ പിന്നെ അമ്മയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നാലും അജ്ഞാതൻ ആരായിരിക്കും? ഇനി അനന്ത മുതലാളിയുടെ ഗുണ്ടകൾ വല്ലതും ആയിരിക്കുമോ? രാജകുമാരിയെ പോലെ വളർത്തിയ കുട്ടിയെ കൊണ്ട് തറ തുടപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഏതച്ഛനാണ് സഹിക്കണത്? പക്ഷെ അനന്ത മുതലാളി പൊട്ടി പാളീസായി നിൽക്കുന്ന അവസ്ഥയില് ഗുണ്ടകളെയൊക്കെ ഏർപ്പാട് ചെയ്യാൻ കാശ് അയാളുടെ കയ്യിൽ കാണുമോ? ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഗുണ്ടകൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര റേറ്റ് അല്ലേ? കാലുവെട്ട 2 ലക്ഷം, കൈവെട്ട 1 ലക്ഷം, തലവെട്ടാൻ 10 ലക്ഷം. ഈശ്വരാ, അപ്പൊ എന്റെ ഈ നാക്ക് വെട്ട എത്രയാ എന്തോ റേറ്റ്. തുക അറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി തുക പപ്പന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് എടുത്ത് അജ്ഞാതന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കായിരുന്നു. ഇനി ആരോട് വിളിച്ച് ചോദിച്ച റേറ്റ് അറിയാൻ പറ്റും? ഒരു ഗുണ്ടയെ പോലും പരിചയവും ഇല്ല. ഐഡിയ.
ആ ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? അതെ, ഏതെങ്കിലും ഒരു ഗുണ്ടാസംഘത്തിന്റെ ഒരു നമ്പർ ഒന്ന് തരാവോ? ഞാൻ മണിയേ. അയ്യേ